ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ അതുപോലെ പാദ്രോപ്പിയോയുടെ ശരീരത്തിൽ കാണപ്പെട്ടിരുന്നു. പരസ്യമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പരസ്യമായി പഞ്ചക്ഷതങ്ങൾ പ്രദർശിപ്പിക്കുന്നതും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും പാദ്രോപ്പിയോയെ വിലക്കി. മരിച്ചിട്ട് ഏതാണ്ട് 50 വർഷം കഴിയുമ്പോഴും ആ ശരീരം അഴുകിയിട്ടില്ല എന്നുള്ളത് ഇന്നും അത്ഭുതമായി തുടരുകയാണ്. ഹൃദയസുന്ദരൻ, പ്രസന്ന മുഖഭാവം, കുറ്റിച്ചെടി പോലെ നിവർന്ന താടിയും മുടിയും, മിന്നുന്ന കണ്ണുകളാണ് അദ്ദേഹത്തിന്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അത്ഭുത വിശുദ്ധൻ, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് അനുസരണമെന്നും ആത്മപരിത്യാഗമെന്നും ഈ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ആ വിശുദ്ധൻ മറ്റാരുമല്ല, വിശുദ്ധ പാദ്രെ പിയോ. ദക്ഷിണ ഇറ്റലിയിലെ അധികം വികസനമൊന്നും എത്തിപ്പെടാത്ത ഒരു ഗ്രാമപ്രദേശമാണ് പിയ ടിയൽസീന. ഇവിടുത്തുകാരായ യുസാഫോ ക്രാസിയോ പോർജിയോ എന്നീ ദമ്പതികൾക്ക് 1887 മെയ് 25 ഒരാൺകുഞ്ഞ് ജനിച്ചു. ദരിദ്രരായിരുന്ന കർഷകരായിരുന്നു മാതാപിതാക്കളെങ്കിലും ദാരിദ്ര്യം അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആത്മീയ കാര്യങ്ങളിൽ അവർ അതിസമ്പന്നരായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഫ്രാൻസിസ്കോയും കൂട്ടി എന്നും ദേവാലയത്തിൽ പോവുക പതിവായിരുന്നു. കുഞ്ഞ് ഫ്രാൻസിസ്കോയ്ക്കാണെങ്കിലും ദേവാലയത്തിലും ദേവാലയ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നതിന് ഒരു തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ചെറുപ്പത്തിൽ തന്നെ സ്വർഗീയ ദർശനങ്ങളും ആത്മീയ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച ആളാണ് ഫ്രാൻസിസ്കോ. അതുകൊണ്ട് തന്നെ 15-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കോ മൊർക്കോണിലെ ഒരു കപ്പൂച്ചൻ ആശ്രമത്തിൽ ചേർന്ന് പയസ് 1 മാർപ്പാപ്പയുടെ ബഹുമാനാർത്ഥം പിയോ എന്ന പേര് സ്വീകരിച്ചു. ക്രിസ്തീയ സന്യാസത്തിന് ദാരിദ്ര്യം ഒരു അമൂല്യ നിധിയാണ് എന്ന് കാണിച്ചു തന്ന ഫ്രാൻസിസ് അസീസിയുടെ പാതയാണ് പിയോ തിരഞ്ഞെടുത്തത്. തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ മുഴുവൻ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹനങ്ങളെ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് ഫ്രാൻസിസ്കോ സമർപ്പിച്ചിരുന്നു. ഫ്രാൻസിസ്കോ കപ്പൂച്ചൻ സഭയിൽ ചേരാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ഒരു വൈദികനാകണം എന്നതായിരുന്നു. പട്ടം സ്വീകരിക്കാനുള്ള ദിവസങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നപ്പം ഡോക്ടർമാർ പിയോ അച്ഛനെ പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കൂടിപ്പോയാൽ 1 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ പിയോ ഇങ്ങനെ മറുപടി പറഞ്ഞു, അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് എനിക്ക് മരിക്കാലോ. അങ്ങനെ 1910 ഫ്രാൻസിസ്കോ ഒരു വൈദികനായി മാറി. പിയോ അച്ഛൻ വൈദികനായി കഴിഞ്ഞപ്പോൾ രോഗത്തിന് നല്ല ശമനമുണ്ടായി. പക്ഷെ പിയോ അച്ഛൻ പിന്നീട് എടുത്തൊരു തീരുമാനം അധികാരികളെ വളരെയേറെ വലച്ചു. 40 ദിവസത്തെ കഠിന ഉപവാസത്തിനായി പിയോ അച്ഛൻ തീരുമാനമെടുത്തു. ഇത് പിയോ അച്ഛൻ്റെ ആരോഗ്യത്തെ വീണ്ടും ഗുരുതരാവസ്ഥയിൽ എത്തിക്കുന്ന വിധത്തിലേക്ക് ആരോഗ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചു. പിന്നീട് ഈ പിയോ അച്ഛൻ പാദ്രെ പിയോ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. പാദ്രെ എന്ന് പറഞ്ഞാൽ ഫാദർ. ഈ പാദ്രെ പിയോയെ സംബന്ധിച്ച് മറ്റൊന്നും വലുതല്ലായിരുന്നു. ഒറ്റ കാര്യം, ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുക, തപസ്സനുഷ്ഠിക്കുക, ഉപവാസം എടുക്കുക, പരിശുദ്ധ കുർബാന ഒരുങ്ങിച്ചെല്ലുക, കുമ്പസാരിപ്പിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ, പല ശുശ്രൂഷകളുടെ ആത്മാക്കളെ നേടുന്നതിൽ കവിഞ്ഞൊന്നും പാദ്രോപ്പിയുടെ മുൻപിൽ വലുതല്ലായിരുന്നു. എല്ലാ ദിവസവും വെളുപ്പിന് 2:30 പാദ്രോപ്പിയോയുടെ ദിവസം ആരംഭിക്കും. പരിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധ കുമ്പസാരത്തിനും ദീർഘനേരം വേണ്ടതുകൊണ്ട് ദിവസത്തെ പാദ്രോപ്പിയോ നന്നായി ക്രമീകരിക്കും. അതിനായി രാത്രിയിൽ ഏതാനും മണിക്കൂർ മാത്രമേ അദ്ദേഹം ഉറങ്ങിയിരുന്നുള്ളൂ. ജീവൻ നിലനിർത്താൻ വേണ്ട ഭക്ഷണം മാത്രമേ അദ്ദേഹം കഴിക്കുമായിരുന്നുള്ളൂ. ദിവസവും 19 മണിക്കൂറോളം ശുശ്രൂഷകളിൽ അദ്ദേഹം മുഴുകിയിരുന്നു. 51 വർഷത്തെ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം അവധി എടുത്തില്ല. കാരണം ആത്മാക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവുമായിരുന്നു. ഫാദർ പിയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ 25 മിനിറ്റ്, അരമണിക്കൂറിൽ
ചൊല്ലിത്തീർക്കുന്ന പരിശുദ്ധ കുർബാന മണിക്കൂറുകൾ നീണ്ടു നിന്നു. പാതിരപ്പിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യമില്ലേ, പരിശുദ്ധ കുർബാന ഇല്ലാതെ ഈ ലോകത്തിന് നിലനിൽക്കാനാവില്ല എന്ന്. കാൽവരിയിലെ ബലി അതിൻ്റെ തീഷ്ണതയിൽ അദ്ദേഹം അർപ്പിച്ചു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിലെ ഈ സന്യാസിയിൽ ആളുകൾ ക്രിസ്തുവിനെ കണ്ടു. പാതിരപ്പിയോ എന്ന് പറയുന്ന ഈ വൈദികൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ചില വെളിപ്പെടുത്തലുകൾ പാതിരപ്പിയോയ്ക്ക് നൽകിയിരുന്നു. ഇന്ന് നാമൊക്കെ കുർബാന നീണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുമ്പം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാതിരപ്പിയോ പരിശുദ്ധ കുർബാന സമയമെടുത്തു ചെല്ലിയിട്ടും അപ്പവും വീഞ്ഞും കാഴ്ചയായി അർപ്പിക്കുന്ന സമയം മുതൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്ന ആ ഒരു സമയം വരെ ഒരുപാട് സമയമെടുത്തായിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും ആ സമയങ്ങളിലെല്ലാം വളരെ നിർനിമേഷരായി ആളുകൾ ബലിയിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് സത്യം. ആത്മാക്കളെ നേടുന്നതിനായിട്ടുള്ള ആയുധം അത് പരിശുദ്ധ കുർബാനയും കുമ്പസാരവുമാണെന്ന് പാതിരപ്പിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൻ്റെ പഞ്ചക്ഷതങ്ങളാൽ ആകർഷിക്കപ്പെട്ട് തന്നിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെയൊക്കെ കുമ്പസാരത്തിനും പരിശുദ്ധ കുർബാന സ്വീകരണത്തിനുമായി പാതിരപ്പിയോ നന്നായി ഒരുക്കുമായിരുന്നു. പിയോച്ചനടുത്ത് കുമ്പസാരിക്കാൻ ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. ഒരു കുമ്പസാരം 1 മണിക്കൂറോളമൊക്കെ നീണ്ടുപോകുമായിരുന്നു. അതുമാത്രമല്ല, ഈ 1 മണിക്കൂർ കുമ്പസാരം കഴിയുമ്പോൾ ആ വ്യക്തി ശരിക്കും മാനസാന്തരപ്പെട്ട് പുതിയൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവും. മനുഷ്യൻ്റെ മനസ്സ് വായിക്കാനായിട്ടുള്ള വലിയൊരു കഴിവ് പാതിരപ്പിയോയ്ക്ക് ദൈവം ദാനമായി നൽകിയിരുന്നു. പലപ്പോഴും ഈ കുമ്പസാരത്തിൽ പാപങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ആളുകളോട് അതേക്കുറിച്ച് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് അവരെ അനുതാപത്തിലേക്ക് നയിപ്പിച്ച് അവർക്ക് ദൈവിക അനുഭവം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ അവരെ കുമ്പസാരിപ്പിക്കാൻ പാതിരപ്പിയോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പാതിരപ്പിയോയുടെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുന്നവരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. പാതിരപ്പിയോയുടെ അടുത്ത് കുമ്പസാരിക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കേ കുമ്പസാരിക്കാൻ കഴിയൂ എന്ന രീതിയിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ അതുപോലെ പാതിരപ്പിയോയുടെ ശരീരത്തിൽ കാണപ്പെട്ടിരുന്നു. അതിൽ നിന്ന് പലപ്പോഴും രക്തം പുറത്തേക്ക് ഒഴുകുകയും പലപ്പോഴും പാതിരപ്പിയോ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സുഗന്ധം ഇങ്ങനെ വ്യാപിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാണാൻ വിശ്വാസികൾ തടിച്ചു കൂടുന്നതും രോഗശാന്തി ശുശ്രൂഷകൾ നടക്കുന്നതുമൊക്കെ ജനങ്ങളിൽ വളരെ വിമർശനം പിന്നീട് ഉളവായി. അതുകൊണ്ട് 1920കളിൽ കപ്പൂച്ചൻ സഭയും അതുപോലെ വത്തിക്കാനിൽ നിന്നുള്ള ഇടപെടലും കൂടെ ആയപ്പം ഈ പാതിരപ്പിയോയുടെ ശുശ്രൂഷകൾക്ക് ചില നിയന്ത്രണങ്ങൾ സഭ വരുത്തി. പരസ്യമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പരസ്യമായി പഞ്ചക്ഷതങ്ങൾ പ്രദർശിപ്പിക്കുന്നതും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും പാതിരപ്പിയോയെ വിലക്കി. പാതിരപ്പിയോ ആശ്രമത്തിലായിരിക്കുമ്പോഴും കുമ്പസാരിക്കാൻ പോകുമ്പോഴും മറ്റു ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോഴെല്ലാം പാതിരപ്പിയോയുടെ കയ്യിൽ ജപമാല എന്ന ആയുധമുണ്ടായിരുന്നു. ഒരു ദിവസം 40 ജപമാലയൊക്കെ പാതിരപ്പിയോ ചെല്ലുമായിരുന്നു. പാതിരപ്പിയോ ജനങ്ങളോട് കൂടെ പറയുമായിരുന്നു, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി 1 ജപമാലയെങ്കിലും ചൊല്ലി കാഴ്ചവെക്കണമെന്ന്. അങ്ങനെ 1968 തൻ്റെ 81ാമത്തെ വയസ്സിൽ പിശാചിനെ പോലും കുമ്പസാരിപ്പിച്ച കുമ്പസാരക്കൂടിന് കാവലാളായ പഞ്ചക്ഷതധാരിയായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിച്ച 2ാം ലോകമഹായുദ്ധകാലത്ത് നാസികളുടെ കയ്യിൽ നിന്നും ഇറ്റലിയെ രക്ഷിക്കാൻ അമേരിക്കൻ വ്യോമയാന സേന നഗരത്തിന് മുകളിലൂടെ പറന്ന് ബോംബുകൾ വർഷിക്കാൻ തയ്യാറായപ്പോൾ വിമാനത്തിന് മുൻപിൽ ഒരു തവിട്ട് വസ്ത്രധാരിയായി പ്രത്യക്ഷപ്പെട്ട് ഇറ്റലിയിലെ ആ നഗരത്തെ വീണ്ടെടുത്ത പാതിരപ്പിയോ ലോകത്തോട് വിട പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി. 1968 സെപ്റ്റംബർ 22-നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബലിയർപ്പണം. സെപ്റ്റംബർ 23-ാം തീയതി അദ്ദേഹം സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. മരണം അടുത്തെത്തുമ്പോഴും കൈകളിൽ ആ ജപമണികൾ ഉരുണ്ടുകൊണ്ടേ ഇരുന്നു. ഈശോ മറിയം എന്നുരുവിട്ടുകൊണ്ടാണ് ആ വിശുദ്ധ ജീവിതത്തിന് തിരശ്ശീല വീണത്. വിശുദ്ധൻ്റെ ശവശരീരം അടക്കം ചെയ്തത് സാൻ ജിയോവാനിയിലെ അവിടുത്തെ കപ്പൂച്ചൻ സഭയുടെ തന്നെ ആശ്രമത്തിന് കീഴിലുള്ള ഒരു സിമിത്തേരിയിലായിരുന്നു. അന്നത്തെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു. ഇന്നും ഏതാണ്ട് 8 ദശലക്ഷത്തോളം ആളുകൾ ഒരു വർഷം പാതിരപ്പിയോ പുണ്യവാളൻ്റെ കബറിടം സന്ദർശിച്ച് മടങ്ങുന്നുണ്ട് എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. മരിച്ചിട്ട് ഏതാണ്ട് 50 വർഷം കഴിയുമ്പോഴും
ആ ശരീരം അഴുകിയിട്ടില്ല എന്നുള്ളത് ഇന്നും അത്ഭുതമായി തുടരുകയാണ്. അതുകൊണ്ട് പാദ്രോപ്പിയോയുടെ അഴുകാത്ത ശരീരം ഇന്നും ഒരത്ഭുതമായി ലോകത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ അഴുകാത്ത ശരീരം ലോകമാസകലമുള്ള മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ ഇറ്റലിയിലെ അവരുടെ ആശ്രമത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞും ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച പാദ്രെ പിയോയെ 2002 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഈ പാദ്രെ പിയോ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴല്ല മരിച്ചു കഴിയുമ്പോഴാണ് കുറേയും കൂടെ പ്രവർത്തിക്കാൻ കഴിയുക എന്ന്. കാരണം ഈശോ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈ പരിശുദ്ധ കുർബാന നമുക്ക് തരുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്നത് നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യമാണ് എന്ന സത്യം പാദ്രെ പിയോ നമ്മളെ പഠിപ്പിക്കുക. മരിച്ച് അനേകം വർഷങ്ങൾ പിന്നിട്ടിട്ടും അഴുകാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം ഇന്ന് ശാസ്ത്രത്തിന് ഒരത്ഭുതമായി തുടരുന്നു എന്നതാണ് സത്യം. അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു പ്രതിഫലനമായി ഇന്ന് വിലയിരുത്തപ്പെടുന്നു. പാദ്രെ പിയോ നമുക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലിരുന്ന് മധ്യസ്ഥം വഹിച്ച് ഓരോ ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.